ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ സ്വന്തം കുറ്റത്താലല്ലാതെ ശിക്ഷിക്കപ്പെട്ട ഒരു പാട്ടുകാരനായിട്ടുള്ള കുറ്റവാളി, പാട്ടുകാരനായിട്ടുള്ള സമൂഹം കുറ്റവാളിയായി വിധിച്ച അയാളുടെ ആദ്യത്തെ തടവറയിലെ ജീവിതം. ഈ പാട്ടുകാരനായിട്ടുള്ള കുറ്റവാളി ഈ തടവറ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഒറ്റയ്ക്കായിരുന്നില്ല. അയാളുടെ പാട്ടുപോലെ അയാൾ സ്വന്തമായി സ്നേഹിച്ച തൻ്റെ ഗിത്താറുമായിട്ടാണ്, സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഈ ഗിത്താറുമായിട്ടാണ് ഈ കുറ്റവാളി തടവറ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ തടവറ ജീവിതത്തിൻ്റെ ആദ്യ വൈകുന്നേരം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുറ്റവാളികളും, സഹോദരങ്ങളായിട്ടുള്ള കുറ്റവാളികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഇവരുടെ നടുവിലേക്ക് ഗിത്താറും എടുത്ത് ഇയാൾ ചെല്ലുകയാണ്. തുടർന്ന് ഇയാൾ ഗിത്താറ് വായിച്ച് പാട്ടുപാടി ആ ഒരു വൈകുന്നേരത്തെ, ശോകമൂകമായിട്ടുള്ള ആ വൈകുന്നേരത്തെ വളരെയധികം ആഘോഷമായിട്ടുള്ള, താളാത്മകമായിട്ടുള്ള ഒരു കുടുംബ ആഘോഷമാക്കി മാറ്റുകയാണ്. അവരെല്ലാവരും ഈ പാട്ടുകാരൻ്റെ, കുറ്റവാളിയായ ഈ പാട്ടുകാരൻ്റെ പാട്ടാസ്വദിക്കുന്നുണ്ട്, താളം ആസ്വദിക്കുന്നുണ്ട്, ഈണം ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ താളവും ഈണവും പാട്ടും ആസ്വദിക്കാത്ത ഒറ്റൊരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ആ ജയിലിൻ്റെ വാർഡൻ. ആ ജയിൽ വാർഡൻ ഇയാളുടെ അടുക്കിലേക്ക് വരുന്നുണ്ട്. പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഇയാളുടെ കയ്യിൽ നിന്ന് ഗിത്താറ് വാങ്ങിച്ച് അത് നിലത്ത് അടിച്ച് പൊട്ടിച്ച് കളയുകയാണ്. അങ്ങനെ ആ തടവറക്കാരൻ്റെ ആദ്യ ജീവിതം, ആദ്യ അനുഭവം വളരെയധികം സങ്കടകരമായിരുന്നു. രണ്ടാമത്തെ ദിവസം വരുന്നുണ്ട്. വീണ്ടും ഈ പാട്ടുകാരനായിട്ടുള്ള തടവ് പുള്ളി ഈ കൂട്ടുകാരായിട്ടുള്ള കുറ്റവാളികളുടെ നടുവിൽ വന്ന് നിന്നുകൊണ്ട് ആ വൈകുന്നേരം ഒരു പാട്ട് പാടി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ സമയം ഈണം പകരാൻ ഗിത്താറില്ല. എന്നിരുന്നാലും തൻ്റെ കൈകൊണ്ട് അദ്ദേഹം ഈണമുണ്ടാക്കി പാട്ടുപാടുകയാണ്. വീണ്ടും രണ്ടാമത്തെ ദിവസം ആദ്യത്തേതുപോലെ തന്നെ എല്ലാവരും ആ ഒരു പാട്ടാഘോഷത്തിൽ പങ്കുചേരുകയാണ്. ഇതിലും വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ജയിൽ വാർഡൻ അന്നു രാത്രി ആ പാട്ടുകാരൻ്റെ നാവ് മുറിച്ചു മാറ്റുകയാണ്. എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. ഇനി പാട്ടുകാരനായിട്ടുള്ള പുതിയ കൂട്ടുകാരനായ കുറ്റവാളിയുടെ സഹോദരൻ്റെ പാട്ടില്ല, അയാളുടെ ഈണമില്ല. എല്ലാവരും സങ്കടപ്പെട്ട് മൂന്നാം ദിവസം ഇങ്ങനെ ഇയാളെ നോക്കി നിൽക്കുമ്പോൾ പാട്ടുപാടാൻ നാവില്ലാതെ, ഈണം പകരാൻ ഗിത്താറില്ലാതെ ഈ ഒരു പാട്ടുകാരനായിട്ടുള്ള കുറ്റവാളി ഇവരുടെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. പിന്നീട് ഉള്ളിൽ ഉയർന്ന ഏതോ ഒരു പാട്ട് അതിനൊത്ത് ഇയാൾ മൂളുകയാണ്. ആ മൂളൽ ഒരു നൃത്തമാക്കി ഇയാൾ മാറ്റുകയാണ്. ഈ മൂളിപ്പാട്ടും ഈ ഒരു നൃത്തവും കണ്ടുകൊണ്ട് കൂടെയുള്ള ആ കുറ്റവാളികളായിട്ടുള്ള സഹോദരങ്ങളൊക്കെ അയാളുടെ പാട്ടാഘോഷത്തിൽ പങ്കുചേരുക. ഈ സമയം ഇയാളുടെ ഗിത്താറ് നശിപ്പിച്ച് താളമെടുത്തു മാറ്റിയ, ഇയാളുടെ നാവ് മുറിച്ച് പാട്ടെടുത്തു മാറ്റിയ ആ ഒരു ജയിൽ വാർഡൻ പറയുന്നൊരു കാര്യമുണ്ട്: ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം അയാളുടെ പാട്ട് അയാളുടെ ഉള്ളിലാണ്. അയാളുടെ പാട്ട് ഗിത്താറിലായിരുന്നില്ല, അയാളുടെ പാട്ട് നാവിലായിരുന്നില്ല, അയാളുടെ പാട്ട് അത് ഉള്ളിലായിരുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ തടവറ ജീവിതത്തെ, തൻ്റെ കുറവുകളെ മറികടന്നുകൊണ്ട് താളമുള്ള ജീവിതമാക്കി മാറ്റിയ ഒരു കുറ്റവാളി, പാട്ടുകാരനായിട്ടുള്ള ഒരു കുറ്റവാളി. ഇന്ന് നമ്മൾ പെന്തക്കൊസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ. പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ അഥവാ പെന്തക്കൊസ്ത തിരുനാൾ എന്നത് സഭയുടെ, കത്തോലിക്ക സഭയുടെ ജന്മദിനമാണ്. ദ ബർത്ത്ഡേ ഓഫ് ദ കാത്തലിക് ചർച്ച്. സിഹ്യോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച ശിഷ്യന്മാരിൽ നിന്ന് അപ്പോസ്തോലന്മാരായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ രൂപാന്തരപ്പെട്ട ആ അനുഭവം എന്ന് പറയുന്നത് സഭയുടെ ആരംഭമായിരുന്നു. ആയതുകൊണ്ട് ഇന്ന് നമ്മൾ സഭയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, പെന്തക്കൊസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, പ്രത്യേകമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു തടവറയും ആ തടവറ ജീവിതത്തെ മറികടന്ന ആത്മീയ ഗാനത്തിൻ്റെ താളവുമാണ്. ആയതുകൊണ്ട് ഇന്നത്തെ ഈ തിരുനാളിനെ, പെന്തക്കൊസ്ത തിരുനാളിനെ, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിനെ ഒരു ആത്മീയ ഗീതത്തിൻ്റെ തിരുനാളെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഒരു പാട്ട് തിരുനാൾ. കാരണം ശിഷ്യന്മാരെല്ലാവരും പേടിച്ചരണ്ട് നാലുപാടും ഓടിപ്പോയവരെ, ഈ ഓടിപ്പോയവരെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രചോദനത്തോടുകൂടെ പരിശുദ്ധ അമ്മ കന്യകാമറിയം സിഹ്യോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. സിഹ്യോൻ ഊട്ടുശാല ആ സമയം, ഇവർ ഒരുമിച്ച് കൂടിയ സമയം ഒരു തടവറ അനുഭവമായിരുന്നു. വചനം തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവരെല്ലാവരും സിഹ്യോൻ ഊട്ടുശാലയിൽ കതകടച്ചിരിക്കവേ. ഈ കതകടച്ച അനുഭവം എന്ന് പറയുന്നത് ഒരു തടവറ അനുഭവമാണ്. അപ്പോൾ തങ്ങളുടെ ഭയപ്പാടുകളിലെ തടവറ ജീവിതത്തിലായിരിക്കുന്ന ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തീനാളത്തിൻ്റെ രൂപത്തിൽ ഇവരുടെ ഉള്ളിലേക്ക്, ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ശിഷ്യന്മാരിൽ നിന്ന് അപ്പോസ്തോലന്മാരായി രൂപാന്തരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ രൂപാന്തരമാണ് തടവറ ജീവിതത്തിൽ നിന്ന് ദൈവവചനത്തിൻ്റെ താളമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ, ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ തടവറ ജീവിതങ്ങളെ താളമുള്ള ജീവിതാനുഭവങ്ങളാക്കി മാറ്റാൻ വേണ്ടി ക്ഷണിക്കുന്ന തിരുനാളാണ്. ഇവിടെ ഉയരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, എങ്ങനെ ഈ അപ്പോസ്തോലന്മാർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക്, അപ്പോസ്തോലന്മാരായി മാറിയ ശിഷ്യന്മാർക്ക് തങ്ങളുടെ ജീവിതത്തെ ഭയത്തിൻ്റെ തടവറ അനുഭവത്തിൽ നിന്ന് ദൈവവചനത്തിൻ്റെ താള അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിച്ചു? പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് പ്രാർത്ഥന, 2 പങ്കാളിത്തം. അവരെല്ലാവരും പേടിച്ചരണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി 4 പാടും ചിതറി ഓടിയവരാണ്. ഈ 4 പാടും ചിതറി ഓടിയവരൊക്കെ ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ സെഹേനൂട്ടുശാലയിൽ ഒരുമിച്ചായിരുന്നു. ഈ ഒരുമയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാലുള്ള അവരുടെ പ്രാർത്ഥനയായിരുന്നു. ഈ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, ഭയം മാറ്റി ഭയമകന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ഇവരെ സഹായിച്ചത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇവരുടെ പങ്കാളിത്തമാണ്. പേടിച്ചരണ്ട് സ്വന്തം കാര്യം നോക്കി 4 പാടും ചിതറിയ ഇവരെല്ലാവരും തങ്ങളുടെ സഹോദര കൂട്ടായ്മയിലേക്ക് തിരികെ വരികയാണ്. അപ്പോൾ ദൈവത്തോടുള്ള ഒരു ഐക്യപ്പെടൽ, അത് പ്രാർത്ഥനയാണ്. കൂടെയുള്ളവരോടുള്ള ഒരു ഐക്യപ്പെടൽ, അത് പങ്കാളിത്തമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തടവറ അനുഭവങ്ങളെ മറികടന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ താളം കണ്ടെത്തി ജീവിക്കുന്ന താളമുള്ള ജീവിതാനുഭവത്തിലേക്ക് കടന്നു വന്നുണ്ടെങ്കിൽ പ്രാർത്ഥന നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കൂദാശ ജീവിതത്തിൽ വളർന്ന് പ്രാർത്ഥനയിൽ ദൈവത്തോട് ഐക്യപ്പെട്ടവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 2 പങ്കാളിത്തമാണ്. നമ്മളുടെ കൂടെയുള്ളവരോട് കുറെ കൂടി സ്നേഹത്തോടെ, കുറെ കൂടി ക്ഷമയോടെ, സഹന മനോഭാവത്തോടുകൂടെ, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മകൾ നൽകുന്ന ഒരു മനസ്സോടുകൂടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ പങ്കാളിത്ത ജീവിതാനുഭവം ഉള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്. 14ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാനം വഹിച്ചിരുന്ന റെയ്മണ്ട് മൂന്നാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ ബെൽജിയമാണ് അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഇഷ്ടം എന്ന് പറയുന്നത് ഭക്ഷണമായിരുന്നു. ഇദ്ദേഹം ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണ പ്രേമിയാണ്, ഒരു ഭക്ഷണ സ്നേഹിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ എഡ്വേർഡിന് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പോരായ്മയെക്കുറിച്ച്, ഈ ഭക്ഷണത്തോടുള്ള വല്ലാത്ത ആർത്തിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ്. ഇവരുടെ ഇടയിൽ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ ഇളയ സഹോദരനായിട്ടുള്ള എഡ്വേർഡ് റെയ്നാൾഡ് മൂന്നാമനെ പരാജയപ്പെടുത്തുന്നുണ്ട്, ഇദ്ദേഹത്തെ തടവറയിലാക്കുന്നുണ്ട്. ഈ തടവറ എന്ന് പറയുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. കാരണം ഈ തടവറ ഒരിക്കലും ജയിൽ അടികളുള്ള ഒരു തടവറയായിരുന്നില്ല, മറിച്ച് ആ കൊട്ടാരത്തിലെ ഒരു മുറിയായിരുന്നു. സാധാരണ പോലെ ജനനും വാതിലുകളുമൊക്കെ ഉള്ള ഒരു മുറി. പക്ഷേ ഭക്ഷണം കഴിച്ച് ചീർത്ത് വീർത്ത് ഒരു പൊണ്ണത്തടിയനായിട്ട് മാറിയ ഇദ്ദേഹത്തിന് ഈ മുറിയിൽ നിന്ന് പുറത്തു വന്നോന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്ന തടി ഓർക്കേണ്ടതുണ്ട്. പക്ഷേ റെയ്നാൾഡ് മൂന്നാമൻ, ഭക്ഷണപ്രേമിയായ റെയ്നാൾഡ് മൂന്നാമൻ ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലും പിന്നോട്ട് പോയില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഈ ഇളയ സഹോദരൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്, മുറിയിലെത്തിച്ചു കൊടുക്കുകയാണ്. ഇദ്ദേഹം പട്ടിണി കിടന്ന് തടി ഉറച്ച ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് പകരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ഹി വാസ് എ പ്രിസണർ ഓഫ് ഈസ് ഓൺ അപ്പറ്റൈറ്റ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭക്ഷണ ഇഷ്ടങ്ങളുടെ ഒരു തടവറക്കാരനായിരുന്നു ഈ റെയ്നാൾഡ് മൂന്നാമൻ എന്ന് പറയുന്ന വ്യക്തി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ തടവറ ജീവിത അനുഭവങ്ങളിൽ നിന്ന് താളമുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നോന്ന് നമ്മളോട് പറയുന്ന ഈ ഒരു പെന്തക്കോസ്ത തിരുനാളിലായിരിക്കും നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിലെ ഞാൻ സ്വയം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന തടവറ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ആ തടവറ അനുഭവത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നോന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ദൈവികത്തോട് ഐക്യപ്പെടുന്നവരായിട്ട് മാറണം. ഞാൻ തന്നെ സൃഷ്ടിച്ച എൻ്റെ തടവറ ജീവിതത്തിൽ നിന്ന് പുറത്തു വന്നോന്നുണ്ടെങ്കിൽ കൂടെയുള്ളവരോട് കുറെ കൂടി സ്നേഹത്തോടെ, ക്ഷമയോടെ, സഹകരണത്തോടെ പെരുമാറിക്കൊണ്ട് പങ്കാളിത്ത ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറണം. നമ്മൾ പറഞ്ഞല്ലോ, ഈ പെന്തക്കോസ്ത തിരുനാൾ ശിഷ്യന്മാരെ അപ്പോസ്തോലന്മാരാക്കി രൂപാന്തരപ്പെടുത്തി. ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി പ്രാർത്ഥിച്ചും പാട്ടുപാടി, വചനത്തിൻ്റെ പാട്ടുപാടിയും വചനം പ്രഘോഷിച്ച് എല്ലാവർക്കും ഈ അനുഭവം നൽകാൻ വേണ്ടി ഓടി നടന്നവരാണ്. അതിൽ 2 പേര്
പത്രോസും യോഹന്നാനും. നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ആത്മീയ നിറവിൻ്റെ ഒരു പാട്ടുയാത്ര തന്നെയാണ്. അപ്പോൾ ഈ ഒരു അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് മുടന്തൻ്റെ സൗഖ്യത്തിൻ്റെ വചനഭാഗമാണ്. ജെറുസലേമിൻ്റെ സുന്ദര കവാടത്തിൻ്റെ അരികിൽ, ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അരികിൽ ഭിക്ഷ യാചിക്കുന്ന ഒരു മുടന്തനുണ്ട്. പത്രോസും യോഹന്നാനും 9-ാം മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ പള്ളിയിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ ഈ മുടന്തൻ ഇവരെ കണ്ട് യാചനാപൂർവ്വം കൈ നീട്ടുന്നുണ്ട്, എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. ഉടനെ പത്രോസ് ഈ മുടന്തനെ നോക്കിയിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്: സഹോദര, ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് ക്രിസ്തുവാണ്, ഈശോയാണ്. ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, പിന്നീടുള്ള വചനം നമ്മളൊന്ന് ശ്രദ്ധാപൂർവം മനസ്സിരുത്തി വായിക്കേണ്ട ഒരു വചനമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു: പത്രോസ് വലതു കൈക്കു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 7-ാം വാക്യം. പത്രോസ് വലതു കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു, ഉടനെ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. ഇനിയുള്ള വചനം ശ്രദ്ധിക്കണം, 8-ാമത്തെ വചനം. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രാർത്ഥനയുണ്ട്, പങ്കാളിത്തമുണ്ട്. വചനം നമ്മൾ ഒന്നുകൂടി വായിക്കണം. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അതെന്താ? പ്രാർത്ഥനയല്ലേ. ഇനി ഒറ്റക്കായിരുന്നില്ല അവൻ ദേവാലയത്തിലേക്ക് കയറിയത്, അവരോടൊപ്പം സഹോദരത്തിൻ്റെ പങ്കാളിത്ത ജീവിതം. ഇനി നമുക്കൊന്ന് ചിന്തിക്കാം, ഈ പെന്തക്കോസ്ത് തിരുനാൾ ഞാനിന്ന് ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന തടവറ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വാക്കുകൊണ്ട് ഞാൻ സൃഷ്ടിച്ച തടവറ അനുഭവങ്ങളുണ്ട്, എൻ്റെ പെരുമാറ്റ രീതികളുമുണ്ട്, ഞാൻ സൃഷ്ടിച്ച തടവറ അനുഭവങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു മോശപ്പെട്ട ഹോബി കൊണ്ട്, ഒരു മോശപ്പെട്ട ശീലം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന തടവറ അനുഭവങ്ങളുണ്ട്. ഈ വാക്കും ഈ പ്രവൃത്തിയും ഈ ലൈഫ് സ്റ്റൈലും എന്ന് എനിക്ക് പ്രാർത്ഥനയോടുകൂടെയും പങ്കാളിത്തത്തോടുകൂടെ, കൂടെയുള്ള സഹോദരങ്ങളുടെ സ്നേഹത്തോടുകൂടെ, ക്ഷമയോടുകൂടെ ഒക്കെ ചിന്തിച്ച് മാറ്റാൻ സാധിക്കുന്നുവോ, അവിടെ തടവറ ജീവിതം മാറി താളമുള്ള ജീവിതമായിട്ട് നമ്മൾ മാറും. പാട്ടുള്ളിലുണ്ടെന്നേ, കണ്ടെത്തേണ്ടവർ നമ്മൾ തന്നെയാണ്. അത് കണ്ടെത്താനുള്ള വഴിയാണ് ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന പ്രാർത്ഥനയും കൂടെയുള്ളവരോട് ഐക്യപ്പെടുത്തുന്ന പങ്കാളിത്ത ജീവിതം എന്നും പറയുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ തടവറ അനുഭവങ്ങളെ മറികടന്നുകൊണ്ട് ദൈവത്തിൻ്റെ താളമുള്ള, സ്നേഹമുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഓർക്കണം, let us not be a prisoner of our own words, our own actions, our own lifestyle, but let us be a free bird with prayer and participation. Amen.